ഗർഭിണിയാണ് എന്ന് തിരിച്ചറിയുന്നത് സന്തോഷം തരുന്ന ഒരു നിമിഷം തന്നെയാണ്. എന്നാൽ ഇതല്ലാതെ ഏതൊരു മാതാപിതാക്കളെയും സന്തോഷിപ്പിക്കുന്നതാണ് ആദ്യമായി കുഞ്ഞിന്റെ അനക്കം അറിയുന്നത്. ഗർഭകാലത്ത് ഏറെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് കുഞ്ഞിന്റെ അനക്കം മനസ്സിലാക്കുന്നത്. പ്രഗ്നൻസിയുടെ ആദ്യ ട്രൈമസ്റ്ററിൽ തന്നെ സ്കാനിങ്ങിലൂടെയും മറ്റും ഇത് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഇതല്ലാതെ സെക്കൻഡ് ട്രൈമസ്റ്ററിലേക്ക് കടക്കുമ്പോൾ അമ്മയ്ക്ക് നേരിട്ട് തന്നെ കുഞ്ഞിന്റെ അനക്കം മനസ്സിലാക്കാൻ സാധിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് പ്രഗ്നന്റ് ആകുന്നത് എങ്കിൽ കുഞ്ഞിന്റെ അനക്കം 5 മുതൽ 6 മാസങ്ങളിലാണ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ രണ്ടാമത്തെ ഗർഭധാരണമാണെങ്കിൽ ഇവർക്ക് നേരത്തെ തന്നെ കുഞ്ഞിന്റെ അനക്കം മനസ്സിലാക്കാൻ സാധിക്കും. വയറ്റിലെ കുഞ്ഞിന്റെ ആരോഗ്യത്തെയാണ് കുഞ്ഞിന്റെ അനക്കം സൂചിപ്പിക്കുന്നത്. കുഞ്ഞിന്റെ അനക്കം ആദ്യമായിട്ട് എപ്പോൾ തിരിച്ചറിയാം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്താണ് പെട്ടെന്ന് മെഡിക്കൽ ശ്രദ്ധ ആവശ്യമുള്ള സാഹചര്യം എന്നതിനെ കുറിച്ചെല്ലാം നമുക്ക് മനസ്സിലാക്കാം. പ്രഗ്നൻസിയുടെ ആദ്യത്തെ 12ാമത്തെ ആഴ്ചയിലാണ് സാധാരണയായി കുഞ്ഞിന്റെ അനക്കം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഇത് പലപ്പോഴും അമ്മമാർക്ക് മനസ്സിലാക്കാൻ സാധിക്കണമെന്നില്ല. എന്നാൽ 16 ആഴ്ചയാകുമ്പോഴേക്ക് കുഞ്ഞിന്റെ അനക്കം മനസ്സിലാവും. എന്നാൽ അത് വയറ്റിൽ ചിത്രശലഭം പറക്കുന്നത് പോലെയോ അല്ലെങ്കിൽ എന്തോ വസ്തു ഉരുളുന്നത് പോലെയോ ഒക്കെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 20 ആഴ്ച കഴിയുമ്പോഴേക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്നാൽ 24 ആഴ്ചയാവുമ്പോഴേക്ക് ഈ അനക്കം കൂടുതൽ ശക്തിയുള്ളതായിട്ട് മാറും. 24 ആഴ്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് കുഞ്ഞിന്റെ അനക്കം മനസ്സിലായില്ലെങ്കിൽ ഡോക്ടറെ സമീപിക്കുന്നതിന് ശ്രദ്ധിക്കണം. സാധാരണ അവസ്ഥയിൽ 16 മുതൽ 24 വരെയുള്ള ആഴ്ചകളിൽ അമ്മയ്ക്ക് കുഞ്ഞിന്റെ അനക്കം മനസ്സിലാകേണ്ടതാണ്. എന്നാൽ 28 ആഴ്ചയാവുമ്പോഴേക്ക് കുഞ്ഞിന്റെ അനക്കം വളരെയധികം വർദ്ധിക്കാറുണ്ട്. 36 ആഴ്ചയിലേക്ക് എത്തുമ്പോൾ സാധാരണയായി അനക്കം കുറയുന്നു. കാരണം കുഞ്ഞ് വലുതാവുമ്പോൾ കുഞ്ഞിന് ഗർഭപാത്രത്തിൽ തിരിയുന്നതിനുള്ള സ്ഥലം ഉണ്ടാവുന്നില്ല. എന്നാലും മുഴുവൻ സമയവും കുഞ്ഞ് ചലിച്ചുകൊണ്ടിരിക്കുന്നു. കുഞ്ഞിന്റെ അനക്കം എപ്പോഴാണ് അമ്മയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് നോക്കാം. അമ്മമാർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം കുഞ്ഞിന്റെ അനക്കം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇടതുവശം ചരിഞ്ഞു കിടക്കുകയോ ഒരു കസേരയിൽ ശാന്തമായിട്ടിരിക്കുകയോ ചെയ്യുന്ന സമയം കുഞ്ഞിന്റെ അനക്കം കൂടുതൽ മനസ്സിലാക്കും. 28 ആഴ്ച കഴിഞ്ഞാൽ 2 മണിക്കൂറിൽ 10 തവണയെങ്കിലും കുഞ്ഞിന്റെ അനക്കം ഉണ്ടായിരിക്കണമെന്നാണ് പറയുന്നത്. ഇനി നിങ്ങൾ കണക്ക് കൂട്ടുന്ന പ്രകാരം 2 മണിക്കൂറിൽ 10 തവണയെങ്കിലും 28 ആഴ്ചയ്ക്ക് ശേഷം കുഞ്ഞ് അനങ്ങുന്നില്ലെങ്കിൽ ഡോക്ടറെ കാണുന്നതിന് ശ്രദ്ധിക്കണം. ഇത് കുഞ്ഞിന്റെ വളർച്ചക്കുറവിനെയാണ് കാണിക്കുന്നത്. കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കാത്തതും അമ്മയുടെ മാനസിക സമ്മർദ്ദവും എല്ലാം ഇത്തരത്തിൽ കുഞ്ഞിന്റെ അനക്കക്കുറവിന് കാരണമാവാറുണ്ട്. കുഞ്ഞിന്റെ ചലനം ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാത്രിയിലാണ്. ഇടതുവശം തിരിഞ്ഞു കിടക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് കുഞ്ഞിന് കൂടുതൽ രക്തവും ഓക്സിജനും ലഭിക്കുന്നതിന് കാരണമാവുന്നു. ഇത് കുഞ്ഞിനെ കൂടുതൽ ഊർജ്ജസ്വലനാകുന്നു. ഇതിന്റെ ഫലമായിട്ട് കുഞ്ഞ് കൂടുതൽ അനങ്ങുന്നു. നിങ്ങൾ പ്രസവം എടുക്കുമ്പോൾ കുഞ്ഞിന്റെ ചലനം അല്പം കുറയുന്നതായിട്ട് തോന്നാറുണ്ടല്ലോ. കാരണം കുഞ്ഞിന്റെ വളർച്ച കാരണം പലപ്പോഴും ആവശ്യത്തിന് സ്ഥലം ഗർഭപാത്രത്തിൽ ഇല്ലാതിരിക്കുന്നതാണ് പലപ്പോഴും കുഞ്ഞിന്റെ അനക്കം കുറയുന്നത്. എന്നാൽ തുടർച്ചയായി കുഞ്ഞിന്റെ അനക്കം കുറയുകയാണെങ്കിൽ അല്പം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് 7ാം മാസം മുതൽ ഇത്തരം കാര്യങ്ങൾ അല്പം കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. ചിലരിൽ വയറിൽ സൂക്ഷിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് കുഞ്ഞിന്റെ ചലനം മനസ്സിലാക്കാൻ സാധിക്കും. കുഞ്ഞിന്റെ വളർച്ച ആരോഗ്യകരമാണ് എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കുഞ്ഞിന്റെ അനക്കം ആദ്യമായിട്ട് എപ്പോൾ തിരിച്ചറിയാമെന്നതും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്താണ് പെട്ടെന്ന് മെഡിക്കൽ ശ്രദ്ധ ആവശ്യമുള്ള സാഹചര്യം എന്നതിനെ കുറിച്ചെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.